മടിയിൽ കമന്ന് കിടക്കുക നോക്ക്. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുഞ്ഞിന് കൊലുസും കാര്യമൊക്കെ മേടിച്ച് അപ്പോഴത്തേക്ക് നമ്മളെ പത്തനംതിട്ട, അതായത് ആറന്മുളയിലുള്ള ശിശുക്ഷേമ വകുപ്പിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടൊന്ന് ചെല്ലാൻ പറ്റുമോ എന്ന് ചോദിച്ചു നാളെ. അപ്പം നമുക്ക് നാളെ പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മൾ ഇന്ന് പോവാണ്. ഹായ് ഗൈസ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കമൻറ്റ് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അറിയാതെ കണ്ണ് നിറഞ്ഞു പോയി. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു മനുഷ്യൻ തന്നെയാണ്. ദീപ്തി ടീച്ചർ റീസെൻ്റ്ലി ഇട്ടിട്ടുള്ളൊരു വീഡിയോൻ്റെ താഴെ വന്നിട്ടുള്ള ഒരു കമൻറ്റാണത്. അപ്പം ടോപ്പിക് എന്താണെന്നുള്ളത് ഏകദേശം എൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ക്ലിപ്പ് കണ്ടതിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ പറയാം. ഞാൻ 2 ദിവസം മുമ്പ് ദീപ്തി ടീച്ചറുടെ ചാനലിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തിരുന്നു. അജിത എന്ന് പറയുന്ന ആൾക്ക് ടോട്ടൽ 4 മക്കളാണ്. അതിൽ ഒരു കുട്ടീനെ നോക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്ന സമയം ദീപ്തി ടീച്ചറെ കുട്ടീനെ നോക്കാൻ ഏൽപ്പിക്കുന്നതും ദീപ്തി ടീച്ചർ അവിടെ പോയി കുട്ടീനെ കൂട്ടിക്കൊണ്ട് വരുന്നതും പിന്നെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിരുന്നു. ഒരേ സമയം ഒരുപോലെ സന്തോഷവും സങ്കടവും അതിലുപരി എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചതുമായ ഒരു വീഡിയോ ആണിത്. വളരെ പോസിറ്റീവായ രീതിയിലാണ് ഞാൻ ആ വീഡിയോ റിയാക്ട് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം 2 ദിവസം മുമ്പാണ് ദീപ്തി ടീച്ചറുടെ ചാനലിൽ വേറൊരു വീഡിയോ വന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ ഞാൻ ഇന്നാണ് എൻ്റെ ശ്രദ്ധയിൽ പെട്ടത്. അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും എൻ്റെ ഒരു സൈഡ് ഓഫ് ഒപ്പീനിയൻ ഞാൻ ഈ വിഷയത്തെ പറ്റി പറയണം. അപ്പോൾ അതിന് വേണ്ടി എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. ആദ്യം തന്നെ എൻ്റെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ശിശു സംരക്ഷണ സമിതി അതിൽ പോയി. അപ്പം കുറച്ച് സ്റ്റാഫ് ഉണ്ടായിരുന്നു, അവർ നമ്മളോട് സംസാരിച്ചു, അതിൻ്റെ മാമൊക്കെ സംസാരിച്ചു. അപ്പോൾ നിയമപ്രകാരം ഇങ്ങനെ പറ്റില്ല. അതായത് കുറേ പേര് കംപ്ലൈൻറ്റ് ചെയ്തു, വാട്സപ്പിലൊക്കെ അയച്ചു കൊടുത്ത് വീഡിയോ നടപടി എടുക്കാത്ത എന്താണെന്നൊക്കെ അവരോട് ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പരാതികൾ വന്നത് പ്രകാരമാണ് വിളിച്ച് സംസാരിച്ചത്. അപ്പോൾ അവർക്ക് സ്വമേധയാ കേസെടുത്തു. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ ദീപ്തി ടീച്ചർ ആളുടെ ചാനലിൽ ഈ കുട്ടീനെ കൂട്ടിക്കൊണ്ട് വരുന്നതും കുട്ടീനെ ഇനി അങ്ങോട്ട് വളർത്തും എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടല്ലോ. ഈ പെർട്ടിക്കുലർ വീഡിയോ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് പത്തനംതിട്ട ടീമിൻ്റെ അടുത്ത് കുറേ നല്ലവരായ നാട്ടുകാർ അയച്ചു കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടുമോ, കാട്ടിലുള്ള ഒരു കുട്ടീനെ കൊണ്ടുപോയി വളർത്താൻ പാടുമോ, അവർ ചെയ്തത് തെറ്റാണ്, അവർ ചെയ്തത് മോശമാണ്, നിയമത്തിനെതിരെയാണ്, ഇത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല, നിങ്ങൾ എന്താണ് ആക്ഷൻ എടുക്കാത്തതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോയും കാര്യങ്ങളൊക്കെ കിട്ടി. അതിൻ്റെ ഭാഗമായിട്ട് ദീപ്തി ടീച്ചറെയും ഹസ്ബൻഡിനെയും കുട്ടീനെയും കൂടെ അവർ ഈ ഓഫീസിലോട്ട് വിളിച്ചു വരുത്തി. അവിടെ നിന്ന് അവർ പല കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി. ആൻഡ് അവസാനം വന്ന തീരുമാനം എന്താണെന്ന് വെച്ചാൽ കുട്ടീനെ നോക്കാനുള്ള റൈറ്റ് ദീപ്തി ടീച്ചർക്കുള്ള, അത് തിരിച്ച് അജിതേൻ്റെ അടുത്ത് തന്നെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ് അജിതേനെ ഏൽപ്പിക്കാൻ പോകുന്ന ഒരു വ്ളോഗാണത്. ആദ്യം തന്നെ ഞാൻ ആലോചിക്കും, നിങ്ങളൊക്കെ എന്ത് മനുഷ്യനാണോ ഈ കംപ്ലൈൻറ്റ് ചെയ്ത് എനിക്ക് പറയാം, നിങ്ങളൊക്കെ എന്ത് മനുഷ്യനാണ്? സ്വമേധയാ കേസെടുക്കാൻ പറ്റും. 6 വയസ്സ് കഴിഞ്ഞാൽ ഫോസ്റ്റർ പേരൻറ്റിങ് പറ്റും. നമുക്ക് കുട്ടീനെ വളർത്താൻ പറ്റും ഒരു പ്രായം വരെ. നമുക്ക് 3.5 വയസ്സ് വളരെ മാന്യമായിട്ട് തന്നെയാണ് അവർ നമ്മളോട് ഇടപെട്ടതും സംസാരിച്ചതും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നതും. അപ്പോൾ 6 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് കുട്ടീനെ കൂട്ടിക്കൊണ്ടുവരണമെങ്കിൽ പറ്റും. അതിനും നിയമവശങ്ങളുണ്ട്. അപ്പോൾ ഈ പരാതി കൊടുത്തവരുടെ ഒരു മനസ്സാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. സീരിയസ്ലി ഞാൻ ആലോചിക്കുക, എങ്ങനെയാണ് ഈ മനുഷ്യന്മാർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്ത് നല്ലൊരു പുണ്യപ്രവൃത്തിയാണ് ഈ പെർട്ടിക്കുലർ ലേഡി ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതിലും കുറ്റം പറയാൻ തോന്നുന്നു നിങ്ങളുടെ ഒരു മനസ്സേ. കാരണം ഇവർ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഈ ചൈൽഡ് ലൈനിലെ ആൾക്കാരുമായി സംസാരിച്ചപ്പോൾ അവർ വളരെ നല്ല രീതിയിലാണ് എന്നോട് സംസാരിച്ചത്, അവരതിൻ്റെ നിയമവിഷയങ്ങളാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് അഥവാ ഈ കുട്ടീനെ ഇങ്ങനെ എടുത്ത് വളർത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ 6 വയസ്സ് കഴിഞ്ഞാൽ ചെയ്തോളൂ. അതും ഫോസ്റ്റർ കെയർ. ഞാൻ ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു ഫോസ്റ്റർ കെയറിൻ്റെ ഭാഗമായിട്ട് ചെയ്യാം, പക്ഷേ അതിനും നിയമവശങ്ങളുണ്ട് എന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓക്കെ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങൾ നോക്കിയോളൂ. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളെക്കൊണ്ടാവുമോ, നിങ്ങളെക്കൊണ്ട് പറ്റുമോ? ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ ആഗ്രഹത്തോടു കൂടിയല്ലേ ദീപ്തി ടീച്ചർ അങ്ങനെ ചെയ്തേ. അവർ സാഹചര്യവും സിറ്റുവേഷൻസും എല്ലാം പറഞ്ഞിട്ടുണ്ട്. കുട്ടിക്ക് ജന്മം നൽകിയ അമ്മയ്ക്കില്ലാത്ത പ്രശ്നമാണ് കുറേ നാട്ടുകാർക്കും കമൻറ്റുകൾ ഈ കംപ്ലൈൻറ്റ് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഈ കുട്ടീനെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി സഹായം ചെയ്യണം. എത്ര പേര് ചെയ്തു? എന്തൊക്കെ ആക്കി? ആരും ചെയ്തിട്ടില്ല. ആരും എന്ന് വെച്ചാൽ ആരും ചെയ്തിട്ടില്ല. പകരം ഒരാൾ നല്ല പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അതിന് കയറി കുറ്റം പറയാനും അവരെ ഒറ്റയ്ക്കാക്കാനും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കും. ആ കുട്ടിയുടെ നല്ലൊരു ലൈഫല്ലേ നിങ്ങൾ ഇല്ലാണ്ടാക്കിയ? ഒരു കാട്ടിൽ ജീവിക്കുന്ന ഒരാളുടെ ഒരു ജീവിത സാഹചര്യം എന്താണെന്ന് അറിയണേ, നിങ്ങൾ കാട്ടിലൊക്കെ പോയി നിൽക്കണം. ഞാൻ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഇവിടെ
മാനന്തവാടി ഭാഗത്തൊരു അപ്പപ്പാറ എന്ന് പറയുന്ന ഒരു കോളനി ഉണ്ട്. അവിടെ എൻ്റെ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഞാൻ 7-8 ദിവസം നിന്നിട്ടുണ്ട്. നല്ല കാടാണ്. നമ്മൾ അവിടെ കോളനിയിലുള്ള ആൾക്കാരാണ് നമ്മൾ കൂട്ടിക്കൊണ്ട് പോകാൻ വരിക. കറണ്ടില്ല, ലൈറ്റില്ല, വെളിച്ചമില്ല, ഈവൻ ഫുള്ള് കഴിക്കാൻ ഭക്ഷണം പോലും ഇല്ല, ഒരു ഡെവലപ്മെൻറ്റ് പോലും അറിയാത്ത, മര്യാദയ്ക്ക് ഒരു റോഡില്ലാത്ത, എന്നാൽ വയ്യാണ്ടായിട്ടുണ്ട്, ഒരു ഹോസ്പിറ്റൽ പോലും കാണിക്കാൻ പറ്റാത്ത ഒരു സ്ഥലം. വളരെ വയനാട്ടിലുള്ള ആൾക്കാർക്ക് അറിയാം അപ്പപ്പാറ കോളനി. ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം 3, 1, 4, 5, 1, 6, 7, 7 കൊല്ലം മുമ്പ് എങ്ങാനും ഞാൻ വർക്ക് ചെയ്തൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതാണ് കാടിൻ്റെ അവസ്ഥ. അതിൽ നിന്ന് മാറി നഗരത്തിൽ ജീവിക്കാനും പഠിക്കാനും നല്ല നല്ല ഡ്രസ്സ് ഇടാനും കുട്ടികളുടെ കൂടെ നിൽക്കാനും അതിന് കിട്ടുന്നൊരു അവസരമാണ് നിങ്ങൾ കൊണ്ടുപോയി കളഞ്ഞ്. ഒരു മനുഷ്യപ്പറ്റുണ്ടോളൂ. ഇതിലും നല്ലത് ഇത് കണ്ട് മനസ്സിലാക്കി ഏതെങ്കിലും ഒരാൾ നല്ലൊരു ജോലി അജിതയ്ക്ക് കൊടുത്തിരുന്നെങ്കിലോ, അല്ലെങ്കിൽ അജിതേനെയും കുട്ടീനെയും ഒരുമിച്ച് നിർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിരുന്നെങ്കിലും നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിനൊക്കെ സംസാരിക്കാം. നന്നാവൂല്ല, ബാക്കിയുള്ളവരെ നന്നാക്കൂല്ല, നല്ലത് ചെയ്യൂല, ബാക്കിയുള്ളവരെ കൊണ്ട് നല്ലത് ചെയ്യിപ്പിക്കൂല. എന്ത് സ്വഭാവമാണോ ഈ കംപ്ലൈൻറ്റ് പറഞ്ഞ ആൾക്കാരോട് ചോദിക്കും, നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ? വീണ്ടും വീണ്ടും ഞാൻ ചോദിച്ചു, മനുഷ്യനാണോ? കരഞ്ഞുകൊണ്ടാണ് ടീച്ചർ ശരിക്കും പറഞ്ഞാൽ കുട്ടീനെ കൊണ്ടാക്കുന്നത്. ടീച്ചറേക്കാൾ വിഷമം കുട്ടിക്കാണ്. കുട്ടി പറയുകയാണ് എനിക്ക് ഈ അമ്മേൻ്റെ കൂടെ നിന്നാൽ മതിയെന്ന്. കാരണം കുട്ടി ഇപ്പോഴാണ് കുറേ ടോയ്സും പാദസരവും അതിൻ്റെ ജീവിതത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും അതിപ്പോഴാണ് കാണുന്നത്. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് മാറി വരുമ്പോൾ അതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അതാണ് നമ്മൾ പറയുന്നത്. നിയമങ്ങൾ ഇപ്പോൾ മേ ബി ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ട് പറഞ്ഞിട്ടുള്ള ആൾക്കാർ നിയമങ്ങളായി തന്നെ നടക്കണം, എന്നാലേ മുന്നോട്ട് പോകും എന്ന് പറയുന്നത് നിങ്ങളോട് ഞാൻ ചോദിക്കാം. എല്ലാ നിയമങ്ങളും നിയമങ്ങളായി നടക്കുന്നുണ്ടോ? എല്ലാം വളരെ കറക്റ്റാണോ? എല്ലാം വളരെ പെർഫെക്റ്റ് ആണോ? അല്ലല്ലോ. അപ്പം ഇവിടെയൊക്കെ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം വേറെ കുറേ കാര്യത്തിലൊക്കെ ഒന്ന് നോക്കി നോക്ക്. അവസാനം അജിത കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ കുട്ടീനെ തിരിച്ചേൽപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അജിതേനെ ഇരുത്തി കാറിലുള്ളൊരു കോൺവെർസേഷനാണ്, അതൊന്ന് നോക്കാം. ഇപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ മോളെ ചേച്ചിക്ക് കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് കുറേ പേര് കമൻറ്റുകളിട്ട്, പിന്നെ കുറേ ഓഫീസിൽ നിന്നൊക്കെ എവിടെ നിന്ന് ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞാൽ ഇന്ന് ജില്ലാ ശിശുക്ഷേമ സമിതി ഓഫീസിൽ നിന്ന് അങ്ങനെ കുറേ പേരൊക്കെ വിളിച്ചെന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്ക് പറയാനുള്ള ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ ചെറുപ്പത്തിൽ, എൻ്റെ നാട് കുരുനാട് മണ്ണാണ്. അപ്പോൾ ചെറുപ്പത്തിൽ എനിക്കൊരു ചെറിയ പ്രായത്തിൽ ഞാൻ നാട് വിട്ട് പോയതാണ്. പോയിട്ട് ഞാനും ഹോസ്റ്റലിൽ നിന്നാണ് വളർന്നത്. ഏതാണ്ട് 10 വയസ്സ് മുതൽ 19 വയസ്സോളം ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. ഒരു അനുഭവം എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് പിന്നെ നാട്ടിൻപുറത്താണ് ഞാൻ പോയി നിന്നത്. അപ്പം ഇന്നത്തെ ഈ അവസ്ഥയിൽ ഞാൻ കാട്ടിലാണ് കിടന്ന് വളർന്നെങ്കിൽ എനിക്ക് ഈ കാട്ടിലെ രീതി മാത്രമേ എനിക്കറിയത്തുള്ളായിരുന്നു. ഈ ഡ്രസ്സിൽ മര്യാദയ്ക്ക് ഇട്ടാലും കഴിയാലും കുളിച്ചാലും അല്ലെങ്കിൽ ഒന്ന് മര്യാദയ്ക്ക് നടക്കണമെന്നോ എടുക്കണമെന്നോ ഇതൊന്നും എനിക്കറിയത്തില്ല. കാട്ടിലെ രീതിയിൽ തന്നെ ഞാനും പോകത്തുള്ളൂ. അതേ ഉള്ളൂ. കാട്ടിലെ രീതിയിൽ തന്നെ ഞാനും പോകത്തുള്ളായിരുന്നു. പക്ഷെ കുറേ ആൾക്കാർ ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞിട്ടുള്ളത് ഈ പെർട്ടിക്കുലർ ലേഡീനെയാണ്, അജിത എന്ന് പറയുന്നത്. അതിൽ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു കമൻറ്റാണ്, ഇത്രയുമൊക്കെ കുട്ടീനെ പ്രസവിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, നിനക്കത് നോക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്തിന് 4 കുട്ടിയിലോട്ട് പോയി എന്നൊരു കമൻറ്റാണ് പറഞ്ഞത്. അതൊക്കെ ഓരോ വ്യക്തികളുടെ ഇഷ്ടമാണോ, വ്യക്തികളുടെ ആഗ്രഹമാണ്. പിന്നെ ഒരു കുഞ്ഞിനെ കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ദൈവം കൊടുക്കുക എന്നാണ് നമ്മൾ പൊതുവേ പറയുക. അപ്പോൾ അതൊക്കെ എന്തൊരു വൃത്തികെട്ട രീതിയിൽ അബ്യൂസീവായിട്ടുള്ള കമൻറ്റാണെന്ന് നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കും. രണ്ടാമത്തെ ഒരു കാര്യം, അവർക്കും ആഗ്രഹം ഉണ്ടാവും അവരുടെ കുട്ടി നല്ല രീതിയിൽ വളരണം, നല്ല വിദ്യാഭ്യാസം കിട്ടണം. അപ്പം അജിത തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ജനിച്ച് വളർന്ന് കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കാട്ടിൽ നിന്ന് മാറിപ്പോയി ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. അതാണ് എന്നിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. ഈവൻ അജിതേൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലാണെങ്കിലും ജോലി ചെയ്യണം എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് ആണെങ്കിലും ലൈഫിനെ കുറിച്ച് പറയുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കണ്ടാലും. ഇപ്പോഴും കാട് ഏരിയയിൽ കോളനികൾ പോലെയുള്ള ഏരിയകളിലോട്ട് നിങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ആ കോളനീൻ്റെ ഉള്ളിൽ തന്നെ ജീവിച്ച് അവിടുന്ന് തന്നെ പ്രസവിച്ച് അവിടുന്ന് തന്നെ കുട്ടികളായി ഇന്നും ആ പഴയതായ രീതിയിൽ ഈ കിഴങ്ങും അതും ഇതൊക്കെ കഴിച്ച് ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഇവൻ നമ്മൾ തന്നെ പറയുകയാണ്, PSC എഴുതുകയാണെങ്കിൽ SC/ST കമ്മ്യൂണിറ്റിക്കാർക്ക് ഭയങ്കര എളുപ്പമാണ്, ജോലി കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്, കോളേജുകളിൽ റിസർവേഷൻ കൂടുതലാണ്. പക്ഷേ എത്ര സീറ്റ് ഫില്ലാവുന്നുണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. കാരണം അതിനെക്കുറിച്ചൊരു അറിവില്ല, അല്ലെങ്കിൽ അവർ ഇത്രയും കാലം വളർന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറി താമസിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാൻ ഇതിൽ നിന്ന് മാറിയത് കൊണ്ടാണ് എൻ്റെ ചിന്താഗതി മാറിയത്. അപ്പോൾ എൻ്റെ കുട്ടി ഇതിൻ്റെ ഉള്ളിൽ തന്നെ വളരുകയാണെങ്കിൽ കുട്ടി ഈ ചിന്തയിലാവും. അതിൽ നിന്ന് മാറണം എന്നൊരാഗ്രഹം കൂടെ എനിക്കിതിൽ മെയിനായിട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് അവർക്ക് നോക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിലും രണ്ടാമത്തത് നല്ലൊരു ലൈഫ് വേണം, അവൾ വളരണം, അവൾ പഠിക്കണം, അവൾ നല്ല നിലയിലെത്തണം, അവൾ പുറം ലോകം കാണണം.
ഇതൊക്കെ തന്നെയാണ് ഓരോ അമ്മമാരുടെയും ആഗ്രഹം. അവരുടെ സാഹചര്യം അതിന് അനുവദിക്കാത്തത് കൊണ്ട് ഒന്ന് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോഴേക്കും നിങ്ങൾ കുറച്ച് ഞാൻ നാട്ടിൻപുറത്ത് പോയി വളർന്നതിൻ്റെ കൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അതൊരു തെറ്റാണെന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് എനിക്കത് തെറ്റല്ല. കാരണം ഞാൻ അവരെ കൊല്ലാനോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വേറൊന്നും ചെയ്യാനും ഞാൻ ഒരിക്കലും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ വളർന്നതുപോലെ അല്ലെങ്കിൽ എൻ്റെ ഒരു അവസ്ഥ എൻ്റെ പിള്ളേർക്ക് ഉണ്ടാവരുത്. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പിള്ളേരെ വീട്ടിലാക്കിയിട്ട് സുരക്ഷിതമായിട്ട് വീട്ടിലാക്കിയിട്ട് പോകാൻ പറ്റുന്നൊരവസ്ഥയല്ല. എൻ്റെ മൂത്ത മോന് വയ്യാത്തതാണ്. പിന്നെ എനിക്കൊരു 1 വയസ്സും 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട്. ഒരാൾ ഹോസ്റ്റലിൽ പഠിക്കുകയാണ്, രണ്ടാമത്തെ കൊച്ച്. ബാക്കി 2 കൊച്ചുങ്ങളും കുഞ്ഞാണ്. ഒന്ന് നമ്മളിപ്പോഴത്തെ വാവയും. അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്ത് ദയനീയമായിട്ടാണ് അവർ പല കാര്യങ്ങളും പറയുന്നത്. ഈവൻ ലാസ്റ്റ് വീഡിയോയിലാണെങ്കിലും അവർ ഇത്രയൊക്കെ വിശദീകരിച്ച് പറഞ്ഞില്ലെങ്കിലും അവരുടെ അവസ്ഥയെക്കുറിച്ച് അവർ നന്നായി പറഞ്ഞിരുന്നു. ഈ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ടും ഇങ്ങനെയൊക്കെ പാര വെക്കാൻ തോന്നുന്ന ഇങ്ങനത്തെ കാറ്റഗറി ഓഫ് ആൾക്കാരെയൊക്കെ എന്താ പറയുന്നത്? നല്ല നന്മയുള്ള എത്രയോ മനുഷ്യന്മാർ ഈ ലോകത്തുണ്ട്. അവർ ചെയ്യുന്ന ഈ പ്രവൃത്തിനെ കൂടെ ചെയ്തില്ലെങ്കിലും അത് ഒഴിവാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള ഈ വൃത്തികെട്ട ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റിയാൽ നല്ലതായിരുന്നു. ഓരോ വ്യക്തികൾക്കും അവരുടേതായ രീതിയിലുള്ള സാഹചര്യങ്ങളാണ്, അവരുടേതായ അവസ്ഥകളാണ്. ആ അവസ്ഥ വരുന്ന സമയത്താണ് അവർ ഓരോ തീരുമാനം എടുക്കുക. അവർക്ക് അതിലൊരു ശരി ഉണ്ടെങ്കിൽ ചുറ്റുള്ള ആൾക്കാർ എന്തിനാ വെറുതെ ആ ശരി തെറ്റാക്കാൻ പോകുന്നത്? ശരിക്കും പറയാം, എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ഈ വീഡിയോ കണ്ട സമയത്ത്. കാരണം അത് കൊണ്ടുപോകുന്നതും 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു കൊണ്ടുപോവുകയും, എന്നാൽ ഈ മനുഷ്യന്മാർ ഇവരുടെ ജീവിതത്തിന് വേണ്ടി എന്താ ചെയ്തത്? ലാസ്റ്റ് നമ്മുടെ ദീപ്തി ടീച്ചറെ പറ്റി ലേഡി പറയുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഒന്ന് കേട്ടു നോക്കൂ. വളർത്താൻ പറ്റിയില്ല, ഒരു താൽക്കാലികമായിട്ട്. അതും എനിക്കറിയാവുന്നത് കൊണ്ട് മാത്രം. എൻ്റെ ആൾക്കാരെ, എൻ്റെ കാട്ടിലുള്ള ആൾക്കാരെ അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാളും ഞാൻ നന്നായിട്ട് ഈ 2-2.5-3 വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി. ഞാൻ ചേച്ചിന്ന് വിളിക്കണമെങ്കിലും എന്നെ ശരിക്കും എൻ്റെ മനസ്സിൽ ഞാൻ ചേച്ചി അമ്മാന്ന് തന്നെ എൻ്റെ പിള്ളേർക്ക് പോലും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം അതേപോലെ എന്നെ സഹായിച്ചൊരു വ്യക്തിയാണ് ഈ ദീപ്തി ചേച്ചി. അപ്പൊ അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ചേച്ചിനെ എൻ്റെ പിള്ളേരെ ഏൽപ്പിച്ചത്. എൻ്റെ കാട്ടിലുള്ള ആൾക്കാരെക്കാൾ കൂടുതൽ എനിക്ക് ഏറ്റവും വിശ്വാസം ടീച്ചറെയാണ്, ദീപ്തി ടീച്ചറെയാണ്. അല്ലെ ഇവർ വിളിക്കുന്ന ചേച്ചി എന്നാണ്. എൻ്റെ മോളെ വേറെ ഏതെങ്കിലും ഒരാൾക്കല്ല ഞാൻ കൊടുത്തത്, ദീപ്തിക്കാണ്. ഈ ദീപ്തി എന്ന് പറയുന്ന ആളുടെ തുടക്കകാലങ്ങളിലെ വ്ളോഗൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്രത്തോളം കാട്ടിലുള്ള ആൾക്കാരെ രക്ഷിക്കാനും സഹായിക്കാനും ഒക്കെ വേണ്ടി 24 മണിക്കൂറും പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. പിന്നെയാണ് ആളുടെ ജീവിതത്തിൽ കുറേ ട്രോമയും കാര്യങ്ങളൊക്കെ വരുന്നത്. റിലേഷൻഷിപ്പ് ആദ്യം ഓൾറെഡി മാരീഡാണ്. ആ കല്യാണം കഴിച്ച ചെങ്ങായി വലിയൊരു ആൽക്കഹോളിക് ആയതുകൊണ്ടാണ് പുള്ളിനെ ഒഴിവാക്കിയത്. അതിനുശേഷമാണ് പുള്ളിക്കാരീൻ്റെ കൂടെ തന്നെ ഇങ്ങനെ സഹായത്തിന് നിന്നിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഇഷ്ടത്തിലാവുന്നതും കല്യാണം കഴിക്കുന്നതും. അപ്പോൾ കല്യാണം കഴിഞ്ഞതോടുകൂടി ആളുടെ ഒരു വ്ളോഗും സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ മാറിയെങ്കിലും കല്യാണത്തിൻ്റെ മുമ്പൊക്കെ ഒരുപാട് ഇങ്ങനത്തെ പ്രവർത്തനങ്ങളിൽ നിന്നതാണ്. ചിലപ്പോൾ ഇവർ പലതും ചെയ്യുന്നുണ്ടാവും, അത് കാണാനായിട്ടായിരിക്കാം, പല സാധനങ്ങൾ വാങ്ങുന്നുണ്ടാവും, പല സപ്പോർട്ടോ കാര്യങ്ങളുണ്ടാവും. ഈവൻ കൊടുക്കുന്ന വ്യക്തിക്കും കൂടെ നിൽക്കുന്ന ആൾക്കും പരാതി ഉള്ളിടത്തോളം കാലം എന്തിനാണോ പുറമെയുള്ള ആൾക്കാർ ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ചോദ്യം. ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പരാതി കൊടുത്തിട്ടുള്ള നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സഹായിക്കൂ. കാട്ടിലുള്ള ആൾക്കാരെ നിങ്ങൾ പോയി സഹായിക്കൂ. അല്ലെങ്കിൽ അജിതയ്ക്ക് ഈ കുഞ്ഞിനെ ദീപ്തി ടീച്ചർ എങ്ങനെയാണോ നോക്കിയിരുന്നത് ആ രീതിയിൽ നോക്കാനുള്ള ഒരു അവസരം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. എന്നാൽ സമ്മതിക്കാം. അതൊന്നും ചെയ്യാണ്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തുന്ന സമയത്ത് നമ്മൾ കാണിക്കുന്ന തരത്തിലുള്ള ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നതിനെക്കുറിച്ച് എന്തുവാ പറയണ്ടേ? ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ സാധനം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ കേട്ടില്ലെങ്കിൽ, മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു മനുഷ്യൻ തന്നെയാണ്. ബൈ.